ഹായ് ഫ്രണ്ട്സ്, ഉമ്മശ്രീ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈദൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി കുറച്ച് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പരപ്പമ്പൊല്ലിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മുടെ ഒരുപാട് 4 വർഷമായിട്ടുള്ള കസ്റ്റമറാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അതോടൊപ്പം ഇന്ന് ഞാൻ ഈ ലുക്കിലാണ്, കണ്ടല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു അബായ മാക്സിയാണ് സ്റ്റിച്ചാക്കിയത്. ഇത് പെരുന്നാളിന് വേണ്ടിയിട്ട് സ്റ്റിച്ചാക്കിയതായിരുന്നു കേട്ടോ. ഇനി വേറെ ഒന്നുണ്ട്, അതുകൂടി ഇട്ട് കാണിച്ചു തരാം. ഇത് അപ്പം ഞാൻ ഇട്ടത് കണ്ടല്ലോ, അബായ മാക്സിയാണ് ഇട്ടത്. ഒന്നുമില്ല, മാക്സി ഇതാ 2 ലെയർ, ഈ 2 ലെയറിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് വീണ്ടും അത് ഒരു മടക്കും കൂടി മടക്കിയിട്ട്, അതായത് 4 ലെയർ ആക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഒന്നും അറിയാത്തവർക്ക് പറഞ്ഞുതരാണ്. സാധാരണ മാക്സി ഇല്ല, അത് ഷേപ്പാക്കി അതിൻ്റെ ആ അളവ് മാക്സി അതിന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു അടിയും അത്ര മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അതേമാതിരി എൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നല്ലൊരു ലേസും കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് പെരുന്നാളിലേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത കഫ്താൻ മാക്സി. ഇനി ഒരു ഇലാസ്റ്റിക് ടൈപ്പ് നെക്ക് വെച്ച മാക്സി ഉണ്ട്. പിന്നെ വേറൊരു ഓറഞ്ച് ടൈപ്പ് അതേമാതിരി ഒരു മാക്സി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എളാമൻ്റെ മോളെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മോഡൽ കണ്ട് ചെയ്തായിരുന്നു. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അടുത്ത മാക്സി കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഒരുപാട് ബ്രൈഡ്സിന് പറ്റിയ എന്താ പറയുക, നമുക്ക് പാർട്ടി വെയറായി ഇടാൻ പറ്റിയ ഒരുപാട് മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത മാക്സി ഞാൻ സ്റ്റിച്ചാക്കിയത്. ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വരുന്ന ആ ഒരു മോഡലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചാക്കിയത്. ഇത് ഭയങ്കര ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ, എനിക്ക് കട്ടിങ് ഒന്നും ഇടാനേ സമയം കിട്ടുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഭയങ്കര ചൂടാണ്. ആ ചൂടിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ക്ലോത്ത് പോയി എടുത്തിരുന്നത്. 120 മീറ്ററിന് വരുന്നത്. 3 മീറ്ററാണ് മാക്സിക്ക് വേണ്ടി, അറിയാമല്ലോ. അപ്പോൾ 120-ൻ്റെ 60 രൂപയ്ക്ക് അവിടെ റിഡക്ഷൻ ആയിരുന്നു, ഓഫറായിരുന്നു. അങ്ങനെ ഞാൻ 3 പീസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കളർ ഇഷ്ടപ്പെടാനില്ല, അതിൻ്റെ സ്റ്റിച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതിലെ മോഡൽസൊക്കെ കണ്ട് അതിന് കമൻറ്റ് അറിയിക്കണം. നിങ്ങളെ കമൻറ്റ് പോരാ, അപ്പോൾ കമൻറ്റ് എല്ലാവരും അറിയിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ എല്ലാം അടിപൊളിയായിട്ട് കമൻറ്റൊക്കെ നെഗറ്റീവാകട്ടെ പോസിറ്റീവായിട്ട് എല്ലാം അറിയിക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ഞാൻ എൻ്റെ താമരശ്ശേരി ഈദിന് വന്നപ്പോൾ കസ്റ്റമറെ വീട്ടിൽ പോയി മെറ്റീരിയലൊക്കെ എടുത്തതാണ് കേട്ടോ. അവരുടെ മെഷർമെൻറ്റൊക്കെ അവളുടെ ഉമ്മക്ക് പർദ്ദയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ പോയി എടുത്തതാണ്. പിന്നെ ഇതാണ് അവളുടെ മോൾക്ക് ചെയ്തത്. മോൾക്ക് 3 സെറ്റും അവൾക്ക് 3 സെറ്റും, ഉമ്മക്കൊരു പർദ്ദയും പിന്നെ ഒരു കുഞ്ഞു ഫ്രോക്ക് ഒരു ചെറിയ കുട്ടിക്ക്. അപ്പം ബ്ലാക്കിൽ ഞാൻ പഞ്ചാബി സ്റ്റൈൽ ചെയ്തു. അതേമാതിരി അവൾക്ക് നാജിയക്ക് വൈറ്റിൽ ഒരു പഞ്ചാബി സ്റ്റൈൽ ചെയ്തു. പിന്നെ പാർട്ടി വെയർ ഗ്രീന്, അങ്ങനെ ഒരുപാടുണ്ട്. കുട്ടിക്കും ഒരു ഗ്രീന്, നാജിയക്ക് പീക്കോ ഗ്രീനും മോൾക്ക് ഒരു ഗ്രീനും ഒക്കെയാണ് ചെയ്തത്. എല്ലാം കണ്ടു നോക്കിയിട്ടാണ്. ഇതൊരു വൈറ്റ് ഫ്രോക്കാണ് മോൾക്ക് ചെയ്തത്. ഇതിൻ്റെ ബാക്കിൽ ഹേർട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞത്. ഹേർട്ട് സ്കൾട്ടായ മോൾക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആവില്ല എന്ന് കരുതിയപ്പോൾ ഞാനൊരു ഓവർ ഷേപ്പ് ഹോള് കൊടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ഉടുപ്പിൻ്റെ ബാക്കിൽ ഹോള് കൊടുത്തതെന്ന് പറഞ്ഞാൽ. അതേമാതിരി സ്ലീവിൻ്റെ എൻഡിലും വർക്കുള്ള മെറ്റീരിയൽ കൊടുത്തു, ഒരു ബോ കൊടുത്തു, ഒരു ടൈല് കൊടുത്തു. അങ്ങനെയൊക്കെ ബാഗാണ് കേട്ടോ അടിപൊളിയാക്കി. പിന്നെ ഇതാണ് കേട്ടോ പർദ്ദ. നല്ല ക്രൈപ്പ് പ്രിൻ്റഡ് ക്ലോത്താണ് കേട്ടോ, നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ്, പർദ്ദ ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ ഫ്ലീറ്റ് ഇട്ടിട്ട് അവരൊരു മോഡൽ എനിക്ക് അയച്ചു തന്നു. അതേ മോഡൽ ചെയ്തതാണ്. പക്ഷേ ഇത് പ്രിൻറ്റിൽ ചെയ്തപ്പോൾ ആ ഫ്ലീറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്ത് കാണുന്നില്ല. പക്ഷെ അവർ വാങ്ങിയ മെറ്റീരിയൽ അതായതുകൊണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അതായതുകൊണ്ടും ചെയ്തു. ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവുമായിരുന്നു പ്ലെയിൻ ക്ലോത്തിൽ ചെയ്താൽ കേട്ടോ. പർദ്ദയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഫ്രണ്ടിൽ ഓപ്പണാണ്, ഷോ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഫ്ലീറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് വാഷ് നോർമൽ തന്നെയാണ് കേട്ടോ. ഈ മോഡലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടു നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ചെയ്യണേ. റെഡിമെയ്ഡ് ലുക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഞാനിത് ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് മെറ്റീരിയലിനോടൊന്നും വലിയൊരിത് ഇല്ലായിരുന്നു, പക്ഷേ അടിച്ച് വന്നപ്പോൾ നല്ല രസമുണ്ട് ഡിസൈൻ ചെയ്തു. അതേമാതിരി അബായ സ്ലീവാണ് കൊടുത്തത്. എൻഡിൽ ലേസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്റ്റിച്ച് ചെയ്തതിന് ലാസ്റ്റ് കേട്ടോ. ഇനി ഇതാണ് കേട്ടോ അവളുടെ പീക്കോക്ക് ഗ്രീന്.
ഇത് നമ്മൾ ലൂസിലുള്ള ബോട്ടാണ് കൊടുത്തത്. ചോളി ടൈപ്പിലെ ക്രോസ് കട്ടിങ് അതാണ് കൊടുത്തത്. പിന്നെ പാർട്ടി വെയർ മെറ്റീരിയലായിരുന്നു. അതിൽ ഞാൻ അവൾക്ക് ബീഡ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് വർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ 999 പേജ് 999 ബ്രൈഡൽ ബോട്ടിക്കിൻ്റെ പേജ് ഉണ്ട്. അതിലെല്ലാ വീഡിയോയും ഉണ്ട്. നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. പിന്നെ കുഞ്ഞുമോൾക്ക് ബ്ലാക്കിൽ ബാലൻസ് വന്ന തുണിയിൽ ചെയ്തത് ഇതാണ് കേട്ടോ. നാജിയുടെ മോൾക്ക് ചെയ്ത ഗ്രീന് പഞ്ചാബി ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതും അവളുടെ പീക്കോ ഗ്രീൻ പോലെ ചോളി ടൈപ്പിലാണ് കേട്ടോ ബോട്ടം ചെയ്തത്. അടുത്തത് ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഇതൊരു ഫ്രോക്കായിട്ട് ബ്രൈഡ് ട്യൂബിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വില കുറഞ്ഞ മെറ്റീരിയൽ ഇല്ലേ, സാരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യും. മീറ്ററിന് 90, 98 അത്രയ്ക്ക് 80 ഒക്കെ പല സ്ഥലത്ത് പല വിലയാണ്. അതിൽ ഞാൻ എൻഡിൽ ഇലാസ്റ്റിക്കൊക്കെ സ്ലീവിന് കൊടുത്തു, ബലൂൺ സ്ലീവൊക്കെ ആക്കി. അതേമാതിരി താഴെ ഭാഗത്ത് ഗാദറിങ് കൊടുത്തു, പീക്കോ ചെയ്തു. അങ്ങനെയൊക്കെ അടിപൊളിയാക്കി കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ബ്ലാക്ക് ചുരിദാർ സെറ്റായിരുന്നു. അത് ഞാൻ ലേസും ഇതൊക്കെ കൊടുത്തു ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, ബൈ.